ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെ ഒരു പോഞ്ചോ ഡ്രസ്സ് ചെയ്തെടുത്താലോ? ഒരുപാട് കളേഴ്സിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് റെഡ്, ബ്ലാക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കളേഴ്സിലോ അല്ലെങ്കിൽ ഒരു കളറാണെങ്കിൽ ഒരു കളേഴ്സിലോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ളൊരു പോഞ്ചോ ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഏതൊരു പ്രായക്കാർക്കും ഈ ഒരു ഡ്രസ്സ് ചെയ്യാം. നമുക്ക് ന്യൂ ബോൺസ് തൊട്ടിട്ട് വലിയ ആൾക്ക് വരെ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രോഷയുടെ ഒരു പോഞ്ചോ ഡ്രസ്സാണിത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോട്ട് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഞാൻ 10 എണ്ണം ചെയ്തു. നമുക്കൊരു 100 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 100 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 50 ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് 50ാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ 100 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ 100ൻ്റെ പകുതിയിൽ 50ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ നമ്മൾ യാണ് ഇങ്ങനെ നേരെ വലിച്ചിട്ട് നേരെ വെച്ച് കൊടുക്കുക. നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കുക. നേരെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു ലൂപ്പിനിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാം. നമുക്കിവിടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. സെയിം ചെയിനിൽ തന്നെ ഈ സ്റ്റാർട്ട് ചെയ്ത ചെയിനിൽ തന്നെ നമുക്ക് യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചായി. സെയിമിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഒരു ചെയിനിൽ തന്നെ നമ്മൾ 3 ചെയിൻ ചെയ്തു. ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയിൻ 3 ചെയ്തത് നമ്മൾ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 DC കിട്ടി. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാണ്. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൽ 1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്യാണ്. 4ാമത്തെ ചെയിനിലാണ് നമ്മളിനി അടുത്ത DC ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. ഈ 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു DC ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സെയിം ചെയിനിൽ തന്നെ 2 DC കൂടി ചെയ്യാം. സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 DC കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ 2 DC, അതിന് ശേഷം ചെയിൻ 1 ചെയ്തു. ഇവിടെ താഴെ നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തു. ഇനി വീണ്ടും 3 DC ചെയ്തു. വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യാണ്. ചെയിൻ 1 ചെയ്യാം. ഈ താഴെ
1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിനിൽ ഹുക്ക് yarn over ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് DC ചെയ്ത് കൊടുക്കുക. 3 DC ചെയിൻ 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. 1 2 3 DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ ചെയിൻ സ്റ്റിച്ചിൽ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിൽ ഫോർത്ത് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ചെയിനിൽ തന്നെ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 വീണ്ടും നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് 3 ചെയിൻ ഇവിടെ താഴെ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും നമ്മൾ 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്ത് കൊടുക്കുക. 1 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയത്. 3 DC ചെയിൻ 1 സ്കിപ്പ് താഴെ 3 സ്കിപ്പ് ചെയ്തു. 3 DC ചെയിൻ 1 എന്നുള്ള ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് yarn over ചെയ്യുക. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിനിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഉണ്ടായിരുന്നത്. ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC ചെയ്തു. ഇതുവരെ നമ്മൾ 3 DC ചെയിൻ 1 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. നമ്മൾ ഇനി നമുക്ക് ഈ ഒരു കോർണറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കോർണറിൽ നമ്മൾ ചെയിൻ 2 ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കറിൽ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ചെയിനിൽ 3 DC ചെയ്തു. ഇനി നമുക്ക് 1 2 ചെയിൻ 2 ചെയ്യുക. yarn over ചെയ്യുക. ഈ സെയിം ചെയിനിൽ തന്നെ നമുക്ക് 3 DC കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 അപ്പോൾ ഈ ഒരു ചെയിനിൽ നമ്മൾ 3 DC ചെയ്തു. ചെയിൻ 2 ചെയ്തു. വീണ്ടും 3 DC ചെയ്തു. അങ്ങനെ ഈ ഒരു ചെയിനിൽ നമ്മൾ 6 സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒരു ചെയിനിൽ 3 സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ചെയിൻ 1 ചെയ്തു. ഈ കോർണറിലെത്തിയപ്പോൾ നമ്മൾ 3 DC ചെയിൻ 1 പകരം ചെയിൻ 2 ചെയ്തു. വീണ്ടും സെയിം തന്നെ 3 DC. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ 6 ഈ ഒരു ചെയിനിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയിൻ 2 നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഈ ചെയിൻ 2 ചെയ്ത ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ അടുത്ത റൗണ്ടിൽ കോർണർ മനസ്സിലാവാനാണ് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയിൻ 1 ചെയ്യുക. ഇവിടെ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. നാലാമത്തെ ചെയിനിൽ 1 2 3 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 3 DC ചെയിൻ 1 3 DC എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ ഒരു ഇനിയുള്ള ഈ റൗണ്ടിൽ എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ 50 ചെയിനിൽ ചെയ്തിട്ട് ഈ ഒരു കോർണർ കിട്ടി. അതിന് ശേഷം വീണ്ടും 3 DC
ചെയിൻ 1 3DC ചെയിൻ 1 എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ ഒരു ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്ത് കൊടുക്കാം. ഓരോ 3DC ഉള്ളിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെയിൻ 1 ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം കാണുക, എന്നിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റിച്ചസ് ആണ് ഉള്ളതെന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഓരോ റൗണ്ടും എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പൊന്നും തെറ്റാതെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ നോക്കി ചെയ്യട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടൂല. അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ലോണം വാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും 3DC ചെയ്ത് കൊടുക്കാം. 3DC 2 ചെയിൻ 3DC ചെയിൻ 1 3DC എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു എൻഡ് വരെ ചെയിൻ 1 ചെയ്യാം. ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റിൽ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത 3DC ഉണ്ടല്ലോ, ആ 3DC ചെയ്ത ആ സെയിമിലേക്ക് തന്നെ ചെയിനിലേക്ക് തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 3DC കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3DC കൂടി ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് ഫസ്റ്റ് 3 ചെയിൻ ചെയ്തതിൻ്റെ നേരെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കോർണറും അതുപോലെ തന്നെ ലാസ്റ്റിൽ ഇവിടെ ഒരു കോർണറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് കൂടി ചെയ്യുക. 1 പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടേക്കും കൂടി ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. 2 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ ഈ ഒരു സെൻറ്ററിലേക്ക് എത്തും. അവിടെ നമ്മൾ 3 ചെയിൻ ചെയ്യുക. ഈ സ്പേസിൽ തന്നെ 3DC ചെയ്യുക. 2DC കൂടി ചെയ്ത് കൊടുക്കുക. 3 ചെയിന് ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 3 ചെയിൻ 2DC ആകുമ്പോൾ അടുത്ത റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ചെയിൻ 1 ചെയ്യുക. ഈ 3 ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിൽ നമ്മൾ വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സ്പേസിൽ വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 വീണ്ടും ചെയിൻ 1 ചെയ്യുക. അടുത്ത ഈ സ്പേസിൽ 3DC ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇങ്ങനെയാണ് കിട്ടുക. ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത ചെയിൻ 1 ചെയ്ത സ്പേസിൽ 3DC സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു 3DC ചെയിൻ 1 അടുത്ത സ്പേസിൽ ചെയ്യുക. വീണ്ടും 3DC ചെയിൻ 1 ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ സെക്കൻഡ് റൗണ്ടിൽ ഈ കോർണറിൽ എത്തിയിട്ടുണ്ട്. ത്രീ DC ഈ സ്പേസിൽ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഈ കോർണറിലാണ്. ഈ കോർണറിൽ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ 3DC 1 2 3 3DC ചെയിൻ 2 ഇവിടെ മാത്രമാണ്
നമ്മൾ ചെയിൻ 2 ചെയ്യുന്നത്. ഈ കോർണറിൽ 2 കോർണറിലാണ് നമ്മൾ ചെയിൻ 2 ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും ചെയിൻ 1 ആണ്. ഇവിടെ വീണ്ടും നമ്മൾ ഈ ഒരു സ്പേസിൽ 3 DC കൂടി ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു സ്പേസിൽ നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്തു. ഈ 3 DC ചെയ്ത ഈ ഒരു 2 ചെയിൻ ചെയ്ത ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 3 DC 2 ചെയിൻ 3 DC ഈ റൗണ്ടിലും നമ്മൾ ഇവിടെ 3 DC 2 ചെയിൻ 3 DC ചെയ്തു. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ 3 DC, പിന്നെ ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ 3 DC, ചെയിൻ 1 ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് എത്തുന്ന വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ 1 ചെയ്തിട്ട് ഈ ലാസ്റ്റ് കോർണറിൽ നമുക്ക് 3 DC 1 2 3 3 DC 2 ചെയിൻ 1 2 ചെയിൻ വീണ്ടും സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്ത് കൊടുക്കാം. ഈ കോർണറിലും വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇനി കോർണർ മാറിപ്പോവണ്ട. 3 DC 2 ചെയിൻ 3 DC എന്നുള്ള ഇത് ചെയ്തു. ഇനി നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗത്താണ് നമ്മൾ 3 ചെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഈ ഒരു ചെയിൻ 1 ചെയ്തതിന് ശേഷം 3 DC കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്തതിന് ശേഷം 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് കിട്ടുക. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വി സ്റ്റിച്ച് മോഡലിൽ കിട്ടും. നെക്ക് നമുക്ക് വി സ്റ്റിച്ചായിട്ടാണ് നെക്ക് വരുന്നത്. മടക്കി വെക്കുമ്പോൾ അങ്ങനെ വി സ്റ്റിച്ചായിട്ട് നെക്ക് കിട്ടും. നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ സ്പേസിൽ തന്നെ 2 DC കൂടി ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കോർണറിൽ മാത്രം 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ബാക്കി എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയിൻ 1 3 DC ചെയ്യുക. ഇനി ഈ സ്പേസിൽ കോർണറിൽ മാത്രം നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ഇനി എല്ലാ സ്പേസിലും ഈ സ്പേസിൽ 3 DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, 3 DC ചെയിൻ 1 3 DC ചെയിൻ 1 അങ്ങനെ ഈ ഒരു കോർണർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ 3 DC ചെയിൻ 1 ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു കോർണർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ ഈ ഫസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കോർണറിലേക്ക് 3 DC കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൽ 3 DC 1 2 3 DC 3 DC 2 ചെയിന് 2 ചെയിൻ സെയിം തന്നെ 3 DC കൂടി ചെയ്ത് കൊടുക്കുക.
1 2 3 3 DC കൂടി ചെയ്യാം. നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 3 DC 2 ചെയിൻ 3 DC കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഈ സ്പേസിൽ അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യാം. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. അങ്ങനെ ഓരോ സ്പേസിലും ഈ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ഈ ഒരു കോർണർ എത്തുന്ന വരെ നമുക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ കോർണറിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോർണർ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എത്തുന്ന വരെ നമുക്ക് 3 DC ചെയിൻ 1 3 DC ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ വരെ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3rd റൗണ്ടിലെ സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. ലാസ്റ്റ് സ്പേസിൽ 3 DC ചെയ്യുക. 3 DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഈ കോർണറിൽ ഞാനൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 3rd റൗണ്ടിലെ സെക്കൻഡ് കോർണറാണിത്. അപ്പോൾ കോർണറിൽ നമ്മൾ 3 DC 2 ചെയിൻ 3 DC സെയിം ചെയിനിൽ തന്നെ ചെയ്യും. 1 2 3 DC 2 ചെയിൻ 1 2. ഇനി വീണ്ടും 3 DC ചെയ്ത് കൊടുക്കുക. സെയിം ചെയിനിൽ തന്നെ 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 DC ചെയിൻ 1 ചെയ്യുക. ഇവിടെയാണ് നമ്മൾ 3 ചെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ 3rd റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സെക്കൻഡ് കോർണറിലും ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കിയാൽ ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 4th റൗണ്ടിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ എത്തണം. അപ്പോൾ ആ സ്പേസിൽ എത്തുന്ന വരെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാനിവിടെ എത്തി. നമുക്ക് വീണ്ടും 3 ചെയിൻ ചെയ്യുക. 3 ചെയിൻ ചെയ്തിട്ട് 2 DC ചെയ്യുക. നേരത്തെ റൗണ്ടിലൊക്കെ ചെയ്ത പോലെ സെയിം പാറ്റേൺ തന്നെയാണ്. 2 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്ത് കൊടുക്കുക. 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി 3 DC ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 3 DC കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യുക. അങ്ങനെ ഈ ഒരു സ്പേസ് എത്തുന്ന വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 4th റൗണ്ടിലെ ഫസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട് ഈ കോർണറിൽ 3 DC 2 ചെയിൻ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 DC 2 ചെയിൻ 3 DC ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പോച്ചോ ഡ്രസ്സാണിത്. 1 2 3 DC 2 ചെയിൻ 3 DC ഈ ഒരു സെയിം കോർണറിൽ നമ്മൾ ചെയ്തു. ഈ സെയിം സ്റ്റിച്ചിൽ ചെയ്തു.
നമ്മൾ ഈ 2 ചെയിൻ ചെയ്ത ആ ഒരു ഇതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ചെയിൻ 1 ചെയ്യുക, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3DC ചെയ്യുക, 1 2 3DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക, 1 2 2 3DC ചെയിൻ 1 3DC ഇങ്ങനെ എല്ലാ സ്പേസിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച ഈ സെക്കൻഡ് കോർണർ ഉണ്ടല്ലോ, ഈ ഒരു സെക്കൻഡ് കോർണർ എത്തുന്ന വരെ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3DC ചെയിൻ 1 3DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 4th റൗണ്ടിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് കോർണറിലും എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ കോർണറിലും 3DC 2 ചെയിൻ 3DC ചെയ്ത് കൊടുക്കുക. 1 2 3DC 2 ചെയിൻ സെയിം സ്പേസിൽ തന്നെ 3DC കൂടി ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഈ ഒരു കോർണറിൽ 6 DC ആണ് ചെയ്യുന്നത്. 3DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3DC ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഈ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 1 ഒരു സ്ലീപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യുക. ഇനി ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സെൻറ്ററിൽ നമ്മൾ വീണ്ടും നമ്മളെ 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെയിൻ 3 ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 5th റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യുക, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയിൻ 1 3DC എന്നുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ അടുത്ത ഈ ഒരു കോർണർ സ്റ്റിച്ച് മാർക്കർ വെച്ച ഈ ഒരു കോർണർ എത്തുന്നവരെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്തിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 5th റൗണ്ടിൽ ഫസ്റ്റത്തെ കോർണറിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കോർണറിൽ നമുക്ക് ചെയിൻ 1 ചെയ്തതിന് ശേഷം 3DC 2 ചെയിൻ 3DC ഈ കോർണറിൽ ചെയ്ത് കൊടുക്കുക. 1 2 3 1 2 ചെയിൻ സെയിം സ്പേസിൽ തന്നെ 3DC കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ ഈ വരുന്ന എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC 2 ചെയിൻ 3DC 1 ചെയിൻ ചെയ്യാം. 3DC ചെയിൻ 1 അടുത്ത സ്പേസിലും 3DC ചെയ്യാം. 1 2 3 അടുത്ത സ്പേസിലും 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 5th റൗണ്ടിലെ സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കോർണറിൽ നമ്മൾ
3DC ചെയിൻ 2 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 3DC ചെയിൻ 2 3DC ചെയ്യാം. DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു കോർണർ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 5th റൗണ്ട്. അവിടെ എത്തുന്ന വരെ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3DC ചെയിൻ 1. അടുത്ത സ്പേസിലും 3DC ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിലും 3DC ചെയ്യുക. ഈ സ്പേസ് കൂടി കഴിയുമ്പോൾ നമ്മൾ 5th റൗണ്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ചെയിൻ 1 ചെയ്യുക. 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്യാണ്. ഞാൻ 5 റൗണ്ടാണ് ഈ ഒരു കളർ വെച്ച് ചെയ്യുന്നത്. ഇനി ഞാൻ കളർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. വേറൊരു കളർ ആഡ് ചെയ്യാണ്. നിങ്ങൾ ഈ സെയിം കളർ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ വേറെ കളർ ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ ഈ ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിങ്ങനെ ഹുക്കിനെ യാണിനിങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 5th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടാണ് 5th റൗണ്ട് ക്ലോസ് കഴിഞ്ഞത്. പക്ഷേ ഞാൻ വേറെ കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, കോർണറിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തൊരു കളർ യാണ് ആഡ് ചെയ്ത് കൊടുക്കാം. 6th റൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോർണർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ സ്പേസിൽ നിന്നാണ്. അത് ഏത് സ്പേസിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ യാണ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ 2DC ചെയ്യുക. 1 2 2DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി ഈ ഒരു സ്പേസിൽ 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ 3DC ചെയ്യുക. 1 2 3 3DC ചെയിൻ 1 3DC എന്നുള്ളത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കോർണർ ഫസ്റ്റ് കോർണർ എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടെ 6th റൗണ്ടിൽ ഫസ്റ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ കോർണർ റിമൂവ് ചെയ്യുക. കോർണറിന് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. 3DC 2 ചെയിൻ 3DC സെയിം സ്പേസിൽ തന്നെ ചെയ്ത് കൊടുക്കുക. 1 2 3 3DC ചെയിൻ 2 3DC തന്നെ ചെയ്ത് കൊടുക്കുക. 1 2 3 3DC തന്നെ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്ക് ചെയിൻ 1 ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇങ്ങനെ എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ 3DC 2 ചെയിൻ 3DC ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടേക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന്
അടുത്ത 7th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ വൈറ്റ് കളറ് ഇത് ഞാൻ ബ്ലൂ 5 എണ്ണമാണ്, 5 സ്റ്റെപ്പാണ് ചെയ്തത്. അതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ ഈ ഒരു വൈറ്റിൽ നമ്മൾ 5 സ്റ്റെപ്പും കൂടി 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 5 റൗണ്ട് വൈറ്റും ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 5 റൗണ്ട് വൈറ്റ് ചെയ്തു. കോർണറിൽ മാത്രം 3DC 2 ചെയിൻ 3DC ഈ 2 കോർണറിലും ചെയ്തു. ഇനി ഞാനിവിടെ ഈ ഒരു 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. 5th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ചെയിൻ 1 ചെയ്ത് ഈ അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വലിച്ചു കൊടുക്കാം. ഇനി എനിക്ക് നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക, നിങ്ങൾക്ക് എത്ര ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണമെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ഇത് മെഷർമെൻറ്റ് കുറച്ചുകൂടി വേണം. അപ്പോൾ ഞാൻ വേറെ ഈ ബ്ലൂ കളർ യാണ് തന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഈ കോർണർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ യാണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ചെയിൻ ചെയ്യുക. 3 ചെയിൻ ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. അടുത്ത ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്ത് കൊടുക്കുക. 1 2 1 2 3 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 3 DC ചെയ്യുക. ഇനി നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും സ്പേസിലും ഇങ്ങനെ ഒരു 3 DC ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു കോർണർ എത്തുന്ന വരെ ചെയ്യുക. ഈ കോർണറിൽ 3 DC ചെയിൻ 2 3 DC ചെയ്യുക. വീണ്ടും നമ്മളിങ്ങനെ 5 റോ കൂടി ചെയ്ത് കൊടുക്കുക. നമ്മൾ 5 റോ ബ്ലൂവിൽ ചെയ്തു, 5 റോ വൈറ്റിൽ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഇതേപോലെ 5 റോ ബ്ലൂവിലും കൂടി ചെയ്ത് കൊടുക്കുക.